KCB അഴിയൂർ സെഷനിൽ പ്രത്യേക ഫീഡർ അനുവദിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുല്ലപ്പള്ളി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ ഉറപ്പ്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വൈദ്യുതി മന്ത്രിയും KPCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചോമ്പാലയിലെ വസതി ഇന്ന് സന്ദർശിച്ചിരുന്നു. വൈദ്യുതി തടസ്സം മൂലം നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന KCB അഴിയൂർ സെഷനിൽ പ്രത്യേക ഫീഡർ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഫീഡർ സ്ഥാപിക്കുമെന്ന് സണ്ണി ജോസഫ് ഉറപ്പ് നൽകി. ഇതിനായി നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബഹുമാനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം എൻ്റെ കയ്യിൽ തന്ന നിവേദനമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാൻ വായിച്ചു, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് വളരെ അത്യാവശ്യമാണെന്ന് ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞാൽ അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇത് ചെയ്തിരിക്കും. കേരളത്തിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ ഊർജം രാത്രിയിൽ ഉപയോഗിക്കാനായി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ സ്റ്റോറേജ് സംവിധാനം വിപുലീകരിക്കുന്നതിനായി പുതിയ പദ്ധതിക്ക് 100 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം കൂടി. കാരണം എന്താ, ചൂട് വരുമ്പോൾ കൂടുതൽ AC വരും. ഗൾഫിലെ യുദ്ധം വന്നപ്പോൾ ആളുകൾ ഗ്യാസ് കിട്ടാൻ താമസിക്കുന്നതുകൊണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നപ്പോൾ അതിനായിട്ട് വൈദ്യുതി ഉപയോഗം കൂടി. ഉപയോഗം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഉൽപ്പാദനം കൂടിയില്ല. ഇത് കണ്ടുകൊണ്ട് ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉൽപ്പാദനം കൂട്ടാനും പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മളെ സോളാർ എനർജി. ആ സോളാർ നമുക്ക് രാത്രി കാലത്ത് ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. പകൽ സമയത്ത് ഇതിൻ്റെ പൈസ ഒരു യൂണിറ്റിന് 10 പൈസയ്ക്ക് കിട്ടും. രാത്രി അതിൻ്റെ പൈസ 10 രൂപയ്ക്ക് കൊടുത്താലും കിട്ടില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഞാൻ മന്ത്രിയായതിനു ശേഷം, ഉത്തരവാദിത്വം വന്നതിന് ശേഷം എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തു. MLA-മാരുടെയും എഞ്ചിനീയർമാരുടെയും യോഗം വിളിച്ചു കൂട്ടി. എല്ലാ വൈദ്യുതി ഓഫീസുകളിലും പോയി. ഇപ്പോൾ അതിനുള്ള സോളാർ വൈദ്യുതി പകൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാത്രിയിൽ കൂടി സൂക്ഷിക്കാനുള്ള സംവിധാനം, അതിന് പറയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജാണ്. ആ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ ചില പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. അത് സമയത്ത് പൂർത്തീകരിക്കാനും ബ്രഹ്മപുരത്ത് ബൃഹത്തായൊരു പദ്ധതി തുടങ്ങുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് ഈ ഗവൺമെൻറ് 100 കോടി രൂപ അതിലേക്ക് വെച്ചിട്ട് അത് കമ്മ്യൂണിറ്റി സ്റ്റോറേജ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അത് സ്റ്റോർ ചെയ്യുന്നതിനുള്ള സംവിധാനവും ആലോചിക്കുന്നുണ്ട്. UDF നേതാക്കളായ അഡ്വക്കേറ്റ് I. മൂസ, CK വിശ്വൻ, സുനിൽ മടപ്പള്ളി, കാവിൽ രാധാകൃഷ്ണൻ, P. ബാബുരാജ്, ഭവിത് മലോൽ, പ്രദീപ് ചോമ്പാല, ഹാരിസ് മുക്കാളി, K. അനിൽകുമാർ, ജലജ വിനോദ്, നസീർ വീരോളി, സുബിൻ മടപ്പള്ളി, KP രവീന്ദ്രൻ, ഭവിത് തയ്യിൽ, പുരുഷു രാമത്ത്, TP സോമൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.